ലോകത്തിന്റെ നന്മയ്ക്കായി സദാ പ്രാർത്ഥിക്കുന്ന ഒരമ്മ. സർവ ജീവജാലങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി സദാ നാമജപം ചെയ്യുന്നൊരമ്മ. പ്രകൃതിയെ പോലെ ഒരമ്മ. ശ്രീനാരായണ ഗുരുദേവന്റെ പാദങ്ങളിൽ പുഷ്പവൃഷ്ടി നടത്തുന്ന ഒരമ്മ. പ്രകൃതിയുടെ സ്പന്ദനങ്ങളെ സ്വന്തം മനസ്സിലേക്ക് ആവാഹിച്ച് ലോക നന്മയ്ക്കായി സ്വന്തം ജീവിതം സമർപ്പിച്ച ത്യാഗസ്വരൂപിണിയായ ഗുരുപ്രിയ മാതാജി. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാൽ മനുഷ്യൻ തമ്മിലുള്ള സ്നേഹം, അതുപോലെ തന്നെ കാരുണ്യം, ദയ തുടങ്ങിയിട്ടുള്ള ഗുണങ്ങൾ നശിക്കുക എന്നുള്ളതാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ആരുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പലരും നമ്മൾ യൂട്യൂബ് വഴിയും അല്ലാതെയും ഒക്കെ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരിലൊക്കെ വ്യത്യസ്തമായിട്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാവിധ ആളുകളെയും സംരക്ഷിച്ചുകൊണ്ട് എല്ലാ വിധത്തിലുള്ളവർക്ക് ഗുണമുണ്ടാകണം, സമൂഹത്തിന്റെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരിലും നന്മയുണ്ടാകണം എന്നുള്ള ഒരേ ആശയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മഹാഗുരുവാണ് മാതാ ഗുരുപ്രിയ. മാതാ ഗുരുപ്രിയ അമ്മയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അമ്മയുടെ പ്രധാന ഭാവം സ്നേഹമാണ്. അമ്മ പ്രധാനമായിട്ടും ഈ മനുഷ്യ ജീവിതങ്ങളിൽ കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ അമ്മ പ്രധാനമായിട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ വന്നുകൂടുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളിലും ഒക്കെ കൃത്യമായ കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് സമൂഹത്തിന് ഒരു ദിശാബോധം കൊടുക്കുന്ന ആളാണ് മാതാ ഗുരുപ്രിയ അമ്മ. അപ്പൊ മാതാ ഗുരുപ്രിയ അമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മറ്റൊരു കാര്യം വ്യക്തമാവും. അമ്മ ഒരിക്കലും സിദ്ധികളെ കുറിച്ചോ അല്ലെങ്കിൽ യുക്തിക്ക് നിരക്കാത്തതായിട്ടുള്ള ആത്മീയതയെ കുറിച്ച് ഒരിക്കലും അമ്മ സംസാരിക്കുന്നില്ല. അമ്മ വളരെ യുക്തിപൂർവമായിട്ട് ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളിൽ ഊന്നിക്കൊണ്ട് എല്ലാ മതത്തിലുള്ളവർക്കും എല്ലാ കാലങ്ങളിലുള്ളവർക്കും എല്ലാ ദേശങ്ങളിലുള്ളവർക്കും യോജിക്കുന്ന തരത്തിലുള്ള ഒരു മാതൃകാപരമായ ആത്മീയതയാണ് അമ്മ മുമ്പോട്ട് വെക്കുന്നത്. അതാണ് അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അമ്മ ഈ കാലയളവിൽ തന്നെ നൂറുകണക്കിന് കുടുംബങ്ങളിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹങ്ങൾ ഇല്ലാതാക്കാനായിട്ട് പ്രവർത്തിച്ച് വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദിശാബോധം നഷ്ടപ്പെട്ട് മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോകേണ്ട പല കുട്ടികളെയും അമ്മ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സംസാരിക്കുമ്പോൾ അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത സ്നേഹമാണ്. അതിൽ അമ്മ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്മയുണ്ടാകണം, സാമാന്യ ജീവിത പുരോഗതിക്ക്, സാധാരണ ജനങ്ങളുടെ ജീവിത പുരോഗതിക്ക് ഉതകുന്ന തരത്തിലുള്ള ആത്മീയത, അങ്ങനെ കുടുംബ ജീവിതത്തോടൊപ്പം തന്നെ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ആത്മീയത വിഭാവനം ചെയ്യുന്ന ഒരാളാണ് മാതാ ഗുരുപ്രിയ അമ്മ. അമ്മ വർഷങ്ങളായിട്ട് മറ്റു ചില ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പം സോദരീ മഠം, ഗുരുദേവൻ വിഭാവനം ചെയ്തിരിക്കുന്ന സോദരീ മഠം, അതായത് അനാഥരായിട്ടുള്ള സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാശയം. അതുപോലെ തന്നെ സ്ത്രീകൾ അനാവശ്യമായിട്ട് തന്നെ പുരുഷനെ പല രീതിയിലും ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം സ്ത്രീകളുണ്ട് ഇപ്പോൾ സമൂഹത്തിൽ. അപ്പൊ അവർക്ക് പുരുഷന് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ പോലത്തെ ഒരു സംവിധാനങ്ങൾ അതൊക്കെ അമ്മ ആലോചിക്കുന്നുണ്ട്. അപ്പം അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇത്രയും വയസ്സായിട്ടും അമ്മ ഗൾഫ് രാജ്യങ്ങളില്, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളില്, കേരളത്തിലുടനീളം എല്ലാ സ്ഥലത്തും സഞ്ചരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് അമ്മ. ഒരിടത്തും തന്നെ അമ്മയുടെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ അതും അല്ലെങ്കിൽ അമ്മയ്ക്ക് പൈസ കിട്ടുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ല. അമ്മ കൃത്യമായിട്ട് അമ്മയ്ക്ക് എന്താണോ സമൂഹത്തിന് നൽകേണ്ടത് അത് നൽകിക്കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു മാതൃകാ ഗുരുവാണ് മാതാ ഗുരുപ്രിയ അമ്മ. ഗുരുദേവന്റെ കൃതികൾ എന്ന് പറയുമ്പോൾ ഗുരുദേവൻ മരുത്തോമലയിലെ കഠിന തപസ് ചെയ്തു 4.5 വർഷക്കാലം. ആ 4.5 വർഷക്കാലം കഠിന തപസ് ചെയ്തപ്പോൾ പരമാത്മ ജ്ഞാനമാണ് ഭഗവാന് കിട്ടിയത്. ആ പരമാത്മ ജ്ഞാനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന വാക്കുകളെയാണ് വൈഡൂര്യ കല്ലുകളായിട്ട് അതിനെ വാക്കുകളാക്കി എഴുതിയതാണ് കൃതികള്. അപ്പൊ ഇത്രയും കഠിന തപസ് ചെയ്തിട്ട് കിട്ടിയ പരമാത്മ ജ്ഞാനം സാധാരണക്കാർക്ക്
എങ്ങനെ അത് മനസ്സിലാവും? അവര് കൃതികൾ കാണാതെ പഠിച്ചതുകൊണ്ടോ അവരെ കൃതികള് അവര് കാസറ്റാക്കി കേട്ടത് കൊണ്ടോ പാടിയിട്ടോ കാര്യമില്ല. അതിലടങ്ങിയിരിക്കുന്ന സത്ത് എന്താണ്, സാരാംശം എന്താണ്, അത് ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. ആ ജീവിതത്തിൽ പകർത്തി മതമേതായാലും മനുഷ്യൻ നന്നാകുക എന്നാണ് ഗുരു പറഞ്ഞത്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ അത് പ്രാവർത്തികമാക്കുക എന്നുള്ളത് അസാധ്യമാണെന്ന് ഭഗവാൻ അറിയാവുന്നത് കൊണ്ട് മതം ഏതായാലും മനുഷ്യൻ നന്നാകുക എന്ന് കൂടി കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. അപ്പം മതം ഏതായാലും മനുഷ്യൻ നന്നാകുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യത്വം വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യ മനസ്സുകളിൽ മനുഷ്യത്വമല്ല പൈശാചികത്വമാണ്. ആ പൈശാചികത്വത്തെ മാറ്റി മനുഷ്യത്വം വീണ്ടെടുക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിരൂപമായി മാറും എന്നുള്ളതാണ് ഗുരുദേവൻ അത് ഉദ്ദേശിച്ചാണ് കൃതികളിലെല്ലാം ഭഗവാൻ അതിലെല്ലാം സമർപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഗുരുദേവന്റെ വചനങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഉണർവ്, അത് ശരിക്ക് ജീവിക്കാൻ പഠിപ്പിക്കലാണ് ഗുരു ചെയ്തത്. ജീവിക്കാൻ പഠിപ്പിക്കൽ, മനുഷ്യൻ ജീവിക്കാൻ പഠിപ്പിക്കൽ. അങ്ങനെ ഗുരു ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നേക്ക്, ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ ഇരിക്കുന്നു. ആ ഈശ്വരനെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. കഴിയാത്ത കാരണത്താൽ നമ്മുടെ മനസ്സിന്റെ മാലിന്യങ്ങൾ കൊണ്ടാണ് അത് അറിയാൻ പറ്റാത്തത്. ആ മാലിന്യങ്ങളെ അകറ്റി മനസ്സ് ശുദ്ധമാകുമ്പോൾ ഈ ആത്മീയ ജ്യോതിസാകുന്ന ജീവജ്യോതിസ് നമുക്ക് അനുഭവയോഗ്യമാകും. ഇപ്പോൾ ഈ ജ്യോതിഷം നമ്മുടെ മനസ്സും രണ്ട് ധ്രുവങ്ങളുടെ അകലമാണ്. കാരണം കാമക്രോധ ലോഭ മോഹമത മാത്സര്യ ഡംബ ഇത്യാദി ദുർഗുണങ്ങൾ കൊണ്ട് ജീവാത്മാവാകുന്ന ജ്യോതിസ് മൂടപ്പെട്ടിരിക്കുക. കുടത്തിൽ കത്തിച്ചു വെച്ച വിളക്ക് പോലെ. ആ കുടം ഇല്ലാതെയാവണം. അത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ അത് ഇന്നത്തെ ഈ പഴയ കാലത്ത് ഈ ദുർഗുണങ്ങൾ മാറ്റുവാൻ വേണ്ടി ഹോമങ്ങളും തപസ്സും ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ അത്യുന്നതങ്ങളിൽ എത്തിയിരിക്കുന്ന ഈ കാലം എന്ന് പറയുന്നത് ഇപ്പൊ തപസ്സിനോ ഒന്നും പോകാനോ ബ്രഹ്മവിദ്യാലയത്തിൽ പോകാനോ പഠിക്കാനോ ഒന്നും ഇപ്പൊ ആളില്ല. അപ്പം ഇപ്പോഴ് ആളുകൾക്ക് ദൈവത്തിലേക്ക് അടുക്കാൻ ഭഗവാൻ വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചത് ഭൗതികത, ആത്മീയത, ശാസ്ത്രീയത ഇത് മൂന്നും കൂടി സമന്വയിപ്പിച്ചാണ് ഭഗവാൻ ഈ കൃതികളിലെല്ലാം കൃതികളെല്ലാം എഴുതിയിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാവും ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ് ശ്രീനാരായണ ഗുരുദേവനെന്ന്. എന്ത് ശാസ്ത്രം വശത്താക്കിയവരും അത് പഠിക്കുന്നവരുടെ ചിന്താഗതി എന്താന്ന് വെച്ചാൽ ആത്മീയതയുടെ അണ്ടറിലാണ്, ശാസ്ത്രീയതയാണ് ഏറ്റവും വലിയ ഈശ്വരൻ, അതിന്റെ അണ്ടറിലാണ് ബാക്കിയല്ല. അപ്പൊ ദൈവത്തെ പോലും ആരും മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ ശാസ്ത്രം വളർന്നപ്പോ ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായതിൽ നിന്ന് മാറ്റം വന്ന് ഗുരുദേവന്റെ തത്വം പറയുവാണെങ്കിൽ ഗുരുദേവൻ ഗദ്യ പ്രാർത്ഥനയിൽ എഴുതിയിട്ടുണ്ട്. കാണപ്പെടുന്നതൊക്കെ സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയത് പരമാത്മാവിൽ നിന്നും ഉണ്ടായി അത് തന്നെ ലയിക്കുന്നതും ആകുന്നു എന്നുള്ളൊരു പോയിന്റ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി രഹസ്യം തന്നെയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യ പഴയ കാലത്തെ ഋഷീശ്വരന്മാരെല്ലാം പറയുന്നത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്ന് പറയുന്നതിനെ തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ സ്ഥൂല സൂക്ഷ്മ കാരണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സ്ഥൂല സൂക്ഷ്മ കാരണമെന്ന് പറഞ്ഞിരിക്കുന്നത് സ്ഥൂലമെന്ന അവസ്ഥ 3 അവസ്ഥ കൂടിച്ചേരുമ്പോൾ ഒരു വസ്തുവായി എന്നാണ്. അപ്പൊ 3 അവസ്ഥകൾ കൂടി ചേരുമ്പോൾ സ്ഥൂലവും സൂക്ഷ്മവും കാരണം 3 അവസ്ഥകൾ കൂടിച്ചേരുമ്പോൾ ഒരു വസ്തുവായി എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന പരമസത്യങ്ങൾ. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ശാസ്ത്രീയ വശത്തില്, ശാസ്ത്രം വേറെ അല്ലല്ലോ. അപ്പൊ ശാസ്ത്രീയമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെ ശാസ്ത്രനാമം എന്താണ്? ന്യൂട്രോൺ, ഹൈഡ്രോൺ, പ്രോട്ടോൺ, ആ വാക്കിലേക്കാണ് വരുന്നത്. അപ്പൊ ഇതൊന്നും വേറെ അല്ല, എല്ലാം ഒന്ന് തന്നെയാണ്. ഈ ഒന്ന് തന്നെയാണ് ആ സ്ഥൂലവും സൂക്ഷ്മവും കാരണവും എന്ന 3 അവസ്ഥ കൂടിച്ചേർന്നതാണ് നാമം. അതിലെ സൂക്ഷ്മ ശക്തിയാണ് നമ്മുടെ ജീവശക്തി, ജീവാത്മ പരമാത്മാവ്.
അപ്പൊ ഈ പരമാത്മാവിനെയാണ് ഒരു കൂട്ടര് പറയുന്ന അള്ളാഹു എന്ന്, ഒരു കൂട്ടര് പരമാത്മാവെന്ന് പറയുന്നു, അല്ലെ? ബ്രഹ്മമെന്ന് പറയുന്നു, അള്ളാഹു എന്ന് പറയുന്നു. ഇതെല്ലാം പരമാത്മാവിനെയാണ്. ആ ഏകദൈവത്തിൽ നിന്നാണ് ഈ പറഞ്ഞതായ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ഈ കാണുന്ന ഈ ലോകത്ത് എന്തെല്ലാം കാണുന്നു അതെല്ലാം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്നു. അതെല്ലാം ഇന്ന് കാണുന്നു, നാളെ കാണുന്നില്ല. അവിടെയാണ് ഒരു ഗദ്യപ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്നത്, സ്ഥൂല സൂക്ഷ്മ കാരണം എന്നീ 3 രൂപങ്ങളോടുകൂടി പരമാത്മാവിൽ നിന്നുണ്ടായി അത് തന്നെ ലയിക്കുന്നതാകുന്നു. അപ്പോഴ് ലയിക്കുന്നത് ഏതാ? സൂക്ഷ്മ ശക്തി. നശിച്ചു പോണതാ അത് സ്ഥൂല രൂപം. അതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആ പരമാത്മാവിലെത്തുമ്പോ ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ പരമാത്മാവിനെ അറിയാനുള്ള അറിവ് നമുക്ക് സ്വതന്ത്രമാണെന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. നമ്മൾ പരമാത്മാവിനെ അറിയാൻ നമ്മൾ ശ്രമിക്കുക. എങ്ങനെ? എവിടെ മുതൽ തുടങ്ങണം? കുടത്തിലെ വിളക്ക് പോലെ ഇരിക്കുന്ന ജീവശക്തിയെ ആ കുടമില്ലാതെ ആകണം. ആ കുടമില്ലാതാകണമെങ്കിൽ ധാർമ്മികമായ മനസ്സ വാച കർമ്മണ, ആ ധാർമ്മികമായ ജീവിതത്തിലൂടെ മനുഷ്യ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യുമ്പോൾ ഈ ജീവാത്മാവ് സ്വയം പ്രകാശിക്കും. ശങ്കരാചാര്യരുടെ കാര്യം എന്ന് പറയുന്നത്, ശങ്കരാചാര്യർക്ക് സനാതന ധർമ്മം അദ്ദേഹത്തിന്റെ സമ്പാദ്യമല്ലയോ, ആ സമ്പാദ്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് അദ്വൈതമാണ്. ഈ അദ്വൈത ബോധം എത്ര ഹിന്ദുക്കള് അത് ഉൾക്കൊണ്ടിട്ടുണ്ട്? അതൊരു ചോദ്യമല്ലയോ? എത്ര പേര് ഉൾക്കൊണ്ടിട്ടുണ്ട്? എന്തുവാന്ന് ആർക്കെങ്കിലും അറിയാം? ആ അദ്വൈതത്തെ പ്രായോഗികമാക്കിയ ഏക ഋഷിവര്യൻ ആരാന്നറിയാം? നാരായണ ഗുരു. ആ നാരായണ ഗുരുദേവന്റെ അദ്വൈതം നാരായണ ഗുരുദേവനിലേക്ക് ലയിച്ചു കഴിഞ്ഞപ്പോ അദ്വൈതം എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞു. അതാണ് ശ്രീനാരായണ ഗുരുദേവ ദർശന സന്ദേശങ്ങൾ അനുഭവത്തിലൂടെ എന്ന ഒരു വിഷയമാണ് ഞാൻ എടുക്കുന്നത്. മനസ്സിലാകുക? അനുഭവത്തിലൂടെ. ലോകമേ തറവാട്. എന്തിനാണ് ക്രാന്തി?